ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. രാവിലെ തന്നെ 2 പൂരിയും കഴിച്ചിട്ട് നേരെ 5:30 ഹോസ്പിറ്റലിലോട്ട് പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി പോകും. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി നേരെ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്ന പാത്തോളജി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് പോയത്. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞ് എല്ലാവരും ടെൻഷൻ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ചെന്ന് എല്ലാവരുടെ അടുത്ത് എക്സാം എങ്ങനെ നടന്നു ചോദിച്ചു. എങ്ങനെയുണ്ട് എക്സാം? എങ്ങനെയുണ്ട്? എല്ലാവർക്കും എക്സാം നല്ല രീതിയിൽ എളുപ്പമായതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അതിനുശേഷം ഞാനും കാശും കൂടെ നേരെ 5:30 ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് നേരെ നമ്മൾ മുമ്പ് കാണുന്ന നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ചെന്ന് കയറിയപ്പോൾ തന്നെ കണ്ടത് എക്സ്റേ റൂമും, പിന്നെ കണ്ടത് CT സ്കാനിങ് റൂമും, പിന്നെ കണ്ടത് MRI സ്കാനിങ് റൂമും. അതെല്ലാം കഴിഞ്ഞ് നേരെ വണ്ടി കയറി നമ്മൾ തിരിച്ച് കോളേജിലോട്ട് തന്നെ പോവുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പാട്ടൊക്കെ ഇട്ട് അടിച്ചു വിളിച്ചാൽ പോയത്. പിന്നെ നമ്മളെല്ലാവരും മേലെ ചൊവ്വ ഇറങ്ങി. അക്ഷയുടെ വീട് അവിടെ അടുത്താന്ന് പറഞ്ഞ് നമ്മൾ അവളെ ഒരു 3-4 കിലോമീറ്റർ അവൾ നമ്മളെ നടത്തിച്ച്. അവളുടെ വീട്ടിൽ ചെന്ന് അവിടെ തണുത്ത വെള്ളവും കുടിച്ച് അവിടെ നിന്ന് ഉച്ചയ്ക്ക് ചോറും കഴിച്ച് നേരെ കോളേജിലോട്ട് പോവുക. അങ്ങനെ കീഴറ ഇറങ്ങി നമ്മൾ ഓട്ടോ പിടിച്ച് നേരെ കോളേജിലെത്തി. നമ്മൾ കുറച്ചൊരു ഉച്ചയ്ക്ക് കഷ്ടപ്പെട്ട് കോളേജിലെത്തിയത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് യൂണിയൻ പരിപാടിയാണ്. അതുകൊണ്ട് ഇന്ന് ഹനാൻഷ വരുന്നുണ്ട്, ഹനാൻഷയെ കാണാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും നേരെ കോളേജിൻ്റെ മുകളിലെത്തി. അതിനുശേഷം നമ്മളെല്ലാവരും ഓഡിറ്റോറിയത്തിൽ പോയി നേരെ കണ്ടത് സ്റ്റേജ് ഡെക്കറേഷനാണ്. അതെല്ലാം കണ്ട് ഹനാൻഷയ്ക്ക് വേണ്ടി പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഹനാൻഷ വന്നൊരു ഹായും പറഞ്ഞ് നേരെ പരിപാടിയും തുടങ്ങി. അങ്ങനെ ആ വെടിക്കെട്ട് പരിപാടിക്ക് ശേഷം നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പം ശരി, ബാക്കി നാളെ.